ഹോട്ട് ആൻഡ് ടോക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ ആഹ്വാനത്തിൽ കർസേവകർ തകർത്തപ്പോൾ അടിയേറ്റത് ഇന്ത്യയുടെ മതേതര സങ്കല്പത്തിന് മേലാണ്. പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിന് വഴി തുറന്ന സുപ്രീം കോടതി വിധിയിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉൾപ്പെടെയുള്ള 5-അംഗ ബെഞ്ച് ഇങ്ങനെ എഴുതി: ബാബറി മസ്ജിദിന്റെ നിർമ്മാണത്തിന് മുൻപ് ഏതെങ്കിലും നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയതിന് തെളിവില്ല. വിരമിച്ച വിശ്രമ ജീവിതത്തിലേക്ക് പോയപ്പോൾ താൻ തന്നെ എഴുതിയ വിധി മറിച്ചു വായിക്കുകയാണ് DY ചന്ദ്രചൂഡ്. ബാബറി മസ്ജിദിന്റെ നിർമ്മാണം മുൻപ് നിലനിന്ന നിർമ്മിതി തകർത്തിട്ടായിരുന്നു എന്ന് കരുതാം എന്ന് ന്യൂസ് ലോണ്ടറിക്ക് നൽകിയ അഭിമുഖത്തിൽ DY ചന്ദ്രചൂഡ് വാദിക്കുന്നു. ഹോട്ട് ആൻഡ് ടോക്ക് തുടങ്ങുകയാണ്. അവഹേളിക്കുന്നു ചന്ദ്രചൂഡ്. നമ്മോടൊപ്പം BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, അതോടൊപ്പം കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് VR അനൂപ് എന്നിവർ ചർച്ചയിൽ ചേരും. ആദ്യം അഭിമുഖത്തിൽ ചന്ദ്രചൂഡ് പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം. What about the fundamental act of desecration, the very erection of the mosque? We forget all that happened? We forget that happened in history? Now, once you accept that that happened in history, and we had evidence in the form of archaeological evidence, how can you shut your eyes? So, you know, what is really being done by many of these commentators that you have referred to is that you have a selective view of history. That there was a desecration earlier, right. But where was the evidence of that? There's evidence in the form of the archaeological report. ആദ്യം VR അനൂപിലേക്ക്. അനൂപ്, ജുഡീഷ്യറിയുടെ ഏറ്റവും ഉന്നത തലത്തിൽ നിന്ന ഒരു ന്യായാധിപനായിരുന്നു ചന്ദ്രചൂഡ്. അദ്ദേഹത്തിന്റെ ഈ അഭിമുഖം കണ്ടപ്പോൾ ഞെട്ടിയോ? പുതിയ നിലപാടൊക്കെ മാറുകയാണ്. തീർച്ചയായും ഒരു ജഡ്ജി വിധിന്യായത്തിൽ എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് പ്രസക്തം. അദ്ദേഹം അതിനുശേഷം സ്വകാര്യ സംഭാഷണങ്ങളിൽ എന്തു പറയുന്നു, അല്ലെങ്കിൽ റിട്ടയേർഡ് ലൈഫിൽ എന്തു പറയുന്നു എന്നുള്ളതൊന്നും നമ്മളെ സംബന്ധിച്ച് ഭരണഘടനാപരമായ ബാധ്യതയുള്ള ഒന്നല്ല. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം തന്നെ രഞ്ജൻ ഗൊഗോയിയുടെ അധ്യക്ഷതയിലുള്ള 5-അംഗ ബെഞ്ച് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ് ബാബറി മസ്ജിദിൽ നടന്നത് ഒരു അതിക്രമമാണ്. ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ദേവാലയത്തിലേക്ക് അതിക്രമിച്ച് കയറിയ ആളുകളാണ് അത് തകർത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞ സമീപകാലത്ത് നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചന്ദ്രചൂഡുമായി ബന്ധപ്പെട്ടൊക്കെ കേട്ടു. കാരണം അദ്ദേഹത്തിന്റെ വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ താമസ സൗകര്യം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മാസങ്ങളോളം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ വിരമിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേരിട്ട് സന്ദർശനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇനിയും കിട്ടാനുണ്ട് എന്നൊക്കെ പലപ്പോഴും വിമർശനം ഉയരുന്നതാണ്. ഈ റിട്ടയർമെന്റിന് ശേഷം ഈ ജഡ്ജിമാർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നോക്കി. കാരണം ഈ കാലഘട്ടത്തിൽ ഇത്തരം ഒരു പരാമർശത്തിലേക്ക് പോകേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് സംശയമുണ്ടോ? തീർച്ചയായും അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? നേരത്തെ താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തെ പോലെ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഉന്നത പദവിയിൽ ഇരുന്നൊരു ന്യായാധിപൻ അദ്ദേഹം വീട് മാറാൻ വിസമ്മതിക്കുന്നു, ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ ചില പ്രലോഭനങ്ങൾക്ക് അദ്ദേഹം വഴങ്ങുന്നു എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. സമീപകാലത്ത് സംഘപരിവാർ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ സൂചനകൾ കൂടി ആയിട്ട് വേണം കാണുന്നത്. നമ്മൾ പല സംസ്ഥാനങ്ങളിലും അഡ്വക്കേറ്റ് ജനറലായി അല്ലെങ്കിൽ ജഡ്ജിയായി, അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ്, നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ ജഡ്ജിയായൊക്കെ വേണ്ടത്ര നിയമപരിജ്ഞാനമില്ലാത്ത ആളുകളെ നിയമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വികസിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായും ഇത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലെ വലിയൊരു കളങ്കമാണ്. ഇതുവരെ നമ്മളുടെ ജുഡീഷ്യൽ ഹിസ്റ്ററിയിൽ കേട്ടുകേൾവിയില്ലാത്ത ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ന്യായാധിപന് ഒരു 5-അംഗ ബെഞ്ചിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിക്ക് അതിനോട് വിയോജിക്കണമെങ്കിൽ അതിൽ തന്നെ അവകാശമുണ്ട്. വിമതാഭിപ്രായം, വിയോജിപ്പ് രേഖപ്പെടുത്താം. ഡിവിഷൻ ബെഞ്ചിൽ വിധി രേഖപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, ശബരിമല കേസിലൊക്കെ ചില ആളുകൾ അത്തരം വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും അത് പറയാതെ വിരമിച്ചതിന് ശേഷം ഒരു വെളിപാട് പോലെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ജഡ്ജിയുടെ മാനസിക സ്ഥിതി പരിശോധിക്കണമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം തന്നെ
ഭാഗമായ ഒരു വിധി പ്രഖ്യാപനത്തെയാണ് അദ്ദേഹം നിഷേധിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതൊരു തരത്തിലുള്ള മനഃചാഞ്ചല്യത്തിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരതയില്ലായ്മയുടെ ഭാഗമായി വേണമെങ്കിൽ കാണാവുന്ന വ്യാഖ്യാനിക്കാവുന്ന ഒന്നാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ശങ്കുട്ടി ദാസ് കൂടി ചേരുകയാണ്. ശങ്കുട്ടി ദാസ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു വിധി നേരത്തെ അദ്ദേഹം കൂടി എഴുതിയ ഒരു വിധിയാണ്, അഞ്ചംഗ ബെഞ്ചിന്റെ വിധിയാണ്. ആ വിധിയിൽ പറയാത്ത ഒരു തെളിവ് ഇപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്? നോക്കൂ, ഈ പറയുന്നത് പോലെ ഒരു ജഡ്ജി അദ്ദേഹം അഭിപ്രായം പറയേണ്ടത് അദ്ദേഹത്തിന്റെ വിധിന്യായത്തിലൂടെയാണ്. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വിധിന്യായത്തിൽ പറയാമായിരുന്നു. അതിനുശേഷം വിരമിച്ച ശേഷം അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന്റെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം സ്വന്തമായി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. മാധ്യമ സ്ഥാപനം അദ്ദേഹത്തിന്റെ അഭിമുഖം നടത്തുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനെപ്പറ്റി പരാമർശിച്ചത് തെറ്റാണെങ്കിൽ ആ ചോദ്യം ചോദിച്ചത് തെറ്റാണെന്ന് നിങ്ങൾ പറയേണ്ടി വരും. അങ്ങനെ ചോദ്യങ്ങൾ നേരത്തെ വിധിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കൂടി ഉള്ള ആ ബെഞ്ച് അഞ്ചംഗ ബെഞ്ച് വിധിച്ച വിധിയിൽ ഇത്തരത്തിൽ ഒരു നിർമ്മിതി തകർത്തല്ല ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്ന് ഒരു തെളിവുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹം പറയുന്നു അതിന് ആനുപാതികമായ തെളിവുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ അങ്ങയുടെ ആധികാരികമായി ചോദിക്കുകയാണ്, ആ വിധിയുടെ ഏത് ഭാഗത്താണ് ഈ പള്ളി തകർത്തതിന് യാതൊരു തെളിവുമില്ല എന്ന് പറയുന്നത്? ഏത് ഭാഗത്താണ്? ഏത് പാരഗ്രാഫ്? ഏത് പേജ്? ഞാൻ അതിന്റെ സമ്മറി എടുത്ത് വായിക്കാം വേണമെങ്കിൽ. ആ സമ്മറിയിൽ തന്നെ ഉണ്ട് ആ തെളിവ് ഉണ്ടായിട്ടില്ല. അതായത് ഒരു നിർമ്മിതി തകർത്താണ് ആ ബാബറി മസ്ജിദ് നിർമ്മിച്ചത് എന്നത് തെളിയിക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ആ വിധി. ഇത് വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ് ഒരുപക്ഷെ വായിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. നിങ്ങൾ വളരെ ഏകപക്ഷീയമായിട്ട് ഒരു പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഈ ചർച്ച നയിക്കുന്നത് തന്നെ. നിങ്ങൾ ഈ ചർച്ച തുടങ്ങിയത് തന്നെ എന്താണ്, വർഗീയവാദികൾ പള്ളിക്കുള്ളിൽ കടന്നു എന്ന് പള്ളി തകർത്തു. അതിൽ തർക്കമില്ലല്ലോ ശങ്കുട്ടി ദാസ്, അതിൽ തർക്കമില്ലല്ലോ. ബാബറി മസ്ജിദ് തകർത്തത് വർഗീയവാദികളല്ലാതെ പിന്നെ സാധാരണക്കാർ വന്ന് തകർത്തു എന്ന് പറയാൻ പറ്റുമോ? അതിൽ ഒരു തർക്കമില്ല. അതിൽ ഒരു ഏകപക്ഷീയമായ ഒരു നിലപാട് ആ വിഷയത്തിലില്ല. ചന്ദ്രചൂഡിന്റെ വിഷയത്തിലാണെങ്കിൽ നമുക്കത് ഡിബേറ്റബിൾ എങ്കിലുമാണ്. പക്ഷേ ബാബറി മസ്ജിദ് തകർത്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് തന്നെ പറയും. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് മിണ്ടാതിരിക്കും മനുഷ്യ, ഞാനൊരു ഉത്തരം പറയല്ലേ. നിങ്ങൾ ജഡ്ജ്മെന്റിന്റെ പേജ് നമ്പർ 112 എടുക്കൂ. ജഡ്ജ്മെന്റിന്റെ പേജ് നമ്പർ 112 112 പേജ് എടുക്കൂ. ആ പേജിൽ പറയുന്നുണ്ട് there is compulsory evidence that the masjid was created on the very space where the castle of Ramchandra was standing എന്ന് പറയുന്നുണ്ട്. അതായത് എവിടെയാണോ രാമജന്മഭൂമി ക്ഷേത്രം നിലനിന്നിരുന്നത് എക്സാക്ട്ലി അതേ സ്ഥലത്ത് തന്നെയാണ് പിന്നീട് പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന് ആ ജഡ്ജ്മെന്റിൽ തന്നെ പറയുന്നുണ്ട്. ആ ജഡ്ജ്മെന്റ് റിലൈ ചെയ്യുന്ന എവിഡൻസ് എന്ന് പറയുന്നത് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് മാത്രമല്ല, മുസ്ലിം സ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻസിന്റെ ട്രാവലേഴ്സിന്റെ റെക്കോർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്. ആർക്കിയോളജിക്കൽ എവിഡൻസ് വളരെ ക്ലിയർലി പറയുന്നുണ്ട് ആ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഒരു ക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്ത് ക്ഷേത്രം തകർത്ത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളത്. 1974 നടത്തിയിട്ടുള്ള അവിടുത്തെ ഖനനത്തിൽ പറയുന്നുണ്ട് ആ പള്ളിയുടെ 12ഓളം തൂണുകൾ ക്ഷേത്രത്തിന്റെ തൂണുകളാണ്. ഹിന്ദു ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള തൂണുകളാണ്. അത്തരം പരാമർശങ്ങൾ ക്ഷേത്രം തകർത്തിട്ടാണ് എന്ന പരാമർശമൊന്നും വിധിയിലില്ല. ഇല്ലാത്ത വിധി എന്തായാലും വായിക്കേണ്ടതില്ല. അനൂപ് മറുപടി ഉണ്ടെങ്കിൽ മറുപടി. അനൂപ് മറുപടി പറയട്ടെ, ഞാൻ മുഴുവൻ പറയട്ടെ, ഞാൻ എന്റെ ഭാഗം മുഴുവൻ പറയട്ടെ. നിക്കൂ, ഇതിനകത്ത് എക്സ്കവേഷനിൽ വെച്ച് മകരപ്രാണാല പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ. ഇല്ല അനൂപ് ഒരു നിമിഷം തുടരാം. ശങ്കു തുടരാം. അവിടെ എക്സ്കവേഷനിൽ മകരപ്രാണാല കണ്ടെടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ശിഖരം കണ്ടെടുത്തിട്ടുണ്ട്, വിഷ്ണുശിലാഫലകം കണ്ടെടുത്തിട്ടുണ്ട്, അതേപോലെ 1949 വിഗ്രഹം അടക്കം അവിടെ കൊണ്ടുപോയി വച്ചിട്ടുണ്ട്. അതുപോലും തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1612 അവിടെ യാത്ര ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ട്രാവലർ ആയിട്ടുള്ള വില്യം ഫിഞ്ചിന്റെ റെക്കോർഡ്സ് കോടതി രേഖകളിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു പള്ളി ആ സമയത്ത് ഉണ്ടായിരുന്നില്ലെന്ന് വില്യം ഫിഞ്ച് പറയുന്നുണ്ട്. ഫ്രാൻസിസ് ബുക്കാനൻ 1874 യാത്ര ചെയ്തതിന്റെ രേഖകളുണ്ട്. അതേപോലെ തന്നെ ജോസഫ് ടിഫാൻഡലർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ട്രാവലർ യാത്ര ചെയ്തിരുന്ന സമയത്ത് അവിടെ പള്ളി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഗുരു നാനക്, സിഖ് മത സ്ഥാപകനായിട്ടുള്ള ഗുരു നാനക് 1510 രാമജന്മഭൂമി ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥന നടത്തിയതിനെ പറ്റി ഗുരു ഗ്രന്ഥ സാഹിബിൽ പറയുന്നുണ്ട്. ഈ ഗുരുനാനക്കിന്റെ ഔദ്യോഗിക ജീവചരിത്രമായിട്ടുള്ള ജീവൻ സാക്കിയിൽ പറയുന്നുണ്ട്. 5-ാം നൂറ്റാണ്ട് തൊട്ട് 9-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിരുന്ന വൈഷ്ണവ ആഴ്വാർമാരുടെ കൃതികളിൽ, ദിവ്യദേശ പ്രബന്ധങ്ങളിൽ തിരു അയോധ്യ എന്ന പേരിൽ അയോധ്യ ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോ എന്താണ്, അയോധ്യയിൽ എവിടെയും ക്ഷേത്രം ഉണ്ടായില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ ശങ്കുട്ടിദാസ്. ആ നിർമ്മിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രം തകർത്ത് ക്ഷേത്രം പണിതില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ വിധി വിധിച്ച ന്യായാധിപൻ അദ്ദേഹം തന്നെ ആ വിധി തിരുത്തി പറയുന്നതാണ്
നിലവിലെ വിഷയം. ഇനി അദ്ദേഹം തന്നെ വിധിച്ച വിധി. മുസ്ലിം പണ്ഡിതന്മാരുടെ രേഖകളിൽ ഉദാഹരണത്തിന് സയ്യിദ് മുഹമ്മദ് ഗദ്ദാഫ് അദ്ദേഹത്തിന്റെ രേഖകളിൽ എന്താണ് ബാബർ കലന്തി അവിടെ നിലനിന്നിരുന്ന വിഷ്ണുവിന്റെ ക്ഷേത്രം തകർത്തിട്ട് അതിനുമേലെ ഇസ്ലാമിന്റെ വിജയത്തിന്റെ ചിഹ്നമായിട്ടുള്ള പള്ളി നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഔറംഗസേബിന്റെ പേരക്കുട്ടിയായിരുന്ന രാജകുമാരി എഴുതിയിട്ടുള്ള കോർട്ട് റെക്കോർഡ്സിൽ ഔറംഗസേബിന്റെ കാലത്ത് തകർക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോ ഹിന്ദു റെക്കോർഡ്സ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തെളിയിക്കുന്നുണ്ട്. അതിന് ഇംഗ്ലീഷ് റെക്കോർഡ്സും അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡും ശരിവെക്കുന്നുണ്ട്. മുസ്ലിം അതൊന്നും ശരിവെച്ചായിരുന്നില്ല സുപ്രീം കോടതിയുടെ വിധി എന്ന് മാത്രം മനസ്സിലാക്കണം. ശങ്കുട്ടിദാസ്, മറുപടി. ക്ഷേത്രത്തിന്റെ മുകളിലാണ് പള്ളി ഉണ്ടാക്കിയത് ശരിവെക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധിയിൽ അത് പറയുന്നില്ലെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എനിക്ക് മനസ്സിലായില്ല. ശങ്കുട്ടിദാസ് കഴിഞ്ഞു പറയാം. ഇവിടെ ശങ്കുട്ടിദാസ് പറയുന്നത് ബാബറി മസ്ജിദ് എന്ന ഒന്നേ നിലവിലുണ്ടായിട്ടില്ല, അത് പൊളിച്ചിട്ടില്ല, ഇനിയിപ്പോൾ പൊളിച്ചെങ്കിലും അത് ശരിയാണ് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മാത്രം, നമ്മൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ തെളിവുകളെയും അദ്ദേഹത്തിന് നിരാകരിക്കാം. ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടപ്പോൾ സംഘപരിവാറുകാരനായ സംഘപരിവാർ ഒരു ജീവിതകാലം മുഴുവൻ സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച സംഘപരിവാറിന്റെ പതാകവാഹകനായ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞത്. വാജ്പേയിക്ക് പോലും പറയേണ്ടി വന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിവസമാണ് എന്ന്. വാജ്പേയിയെ പോലൊരു സംഘപരിവാറുകാരന് പോലും, ഒരു ഹിന്ദുത്വവാദിക്ക് പോലും പറയേണ്ടി വന്നത്ര ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണെന്ന് നടന്നിരിക്കുന്നത്. ഇത് വസ്തുതയല്ലേ? ബാബറി മസ്ജിദിൽ കയറി അതിക്രമമാണ് പ്രവർത്തിച്ചത് എന്ന് സുപ്രീം കോടതി ഇത് ഞാനൊന്ന് പറയട്ടെ. ശങ്കുട്ടിദാസ് പറഞ്ഞ സമയം അത്രയും താങ്കൾക്ക് ഇനിയും പറയാനുണ്ടോ എന്ന് ചോദിച്ച് സാവകാശം ജനാധിപത്യ മര്യാദയോടുകൂടി ഇരുന്ന ഒരാളാണ്. നിങ്ങൾ പള്ളിക്കുളത്ത് സ്വഭാവം ഒന്നും ഇവിടെ എടുക്കേണ്ട ഒരു സംവാദത്തിൽ നിങ്ങളത് ക്ഷമിച്ചിരിക്കെ. ഞാൻ പറഞ്ഞതിന് ശേഷം അതൊന്നും വേണ്ട. നിങ്ങൾ കാണിച്ചത് ഇന്ത്യയുടെ ചരിത്രത്തിലെ മതേതരത്വത്തിന് ഏൽപ്പിച്ച വലിയൊരു മുറിവാണെന്നുള്ള കാര്യത്തിൽ സംഘപരിവാറുകാരനായ അടൽ ബിഹാരി വാജ്പേയിക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ സത്യമായി നിലനിൽക്കുക. ഞാൻ ചർച്ച അല്ല ഇവിടെ വളരെ കൃത്യമാണ്. BJP പോലും നടന്നത് ഒരു അതിക്രമമാണെന്ന് അടൽ ബിഹാരി വാജ്പേയി. അല്ല, നമ്മുടെ ചർച്ച ഈ ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നോ എന്ന തരത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് VR അനൂപ്. കാരണം അത് തകർക്കപ്പെട്ടതാണ് എന്ന് തർക്കമില്ല. ആ വിധിയിൽ ഉണ്ടായത് ഒരു വിഭാഗത്തിന് എന്തായാലും വേദനിക്കേണ്ട വിധിയാണ് വന്നതും, അതിലും തർക്കമില്ല. പക്ഷേ അത് അവസാനിച്ചതിന് ശേഷം ഇപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനെ പറ്റിയിട്ട് ന്യായാധിപനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ന്യായമായിട്ടുള്ള അഭിപ്രായം പറയുമ്പോൾ ഇതെന്തോ റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജുഡീഷ്യറിയെ മുഴുവൻ കേന്ദ്ര സർക്കാർ പരിധിയിലാക്കിയിട്ടെന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധം. അതെ, ആങ്കറോടാണ് ശങ്കുട്ടിദാസിന് സംസാരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് സംസാരിച്ചോട്ടെ. സമയത്ത് എനിക്ക് അങ്ങേയറ്റം വിയോജിപ്പുള്ള എന്റെ ഊഴത്തിൽ ശങ്കുട്ടിദാസ് കയറി വന്ന് സംസാരിക്കാൻ സാധ്യമല്ല. ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. ശങ്കുട്ടിദാസ് ഒരു നിമിഷം അദ്ദേഹം പറയട്ടെ, കാരണം ഞാൻ ഒരുപാട് സമയം തന്നല്ലോ. ശങ്കുട്ടിദാസ് സംസാരിക്കും. അല്ലെങ്കിൽ ശങ്കുട്ടിദാസ് സംസാരിക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ശങ്കുട്ടിദാസ് സംസാരിച്ചോട്ടെ തന്നെ. ഒരു നിമിഷം അയാൾക്ക് കൊടുത്തിട്ട് നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ ചർച്ച നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചോട്ടെ. ശങ്കുട്ടിദാസ് എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞ എല്ലാ വാദങ്ങളും അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അങ്ങേയറ്റം വിയോജിപ്പുണ്ടായിട്ടും സഹിഷ്ണുതയോടെ കേട്ടിരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് എൻ്റെ ഭാഗം വിശദമാക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പള്ളി പൊളിച്ച അസഹിഷ്ണുത ചർച്ചയിലും പ്രകടിപ്പിക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് അങ്ങനെ അനുവദിക്കാൻ എനിക്ക് സാധ്യമല്ല. ഒരു ചർച്ചക്കിടയിൽ മറ്റൊരാൾ അഭിപ്രായം പറയുമ്പോൾ അതിനകത്ത് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ ഞാൻ പറയുന്നത് ഒരു വിധി പ്രസ്താവത്തിനിടയിൽ
ഒരു വിധി പ്രസ്താവത്തിനിടയിൽ, ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഒരു വിധി പ്രസ്താവത്തിനിടയിൽ ഒരു 5 അംഗ ഭരണഘടനാ ബെഞ്ചിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള അവസരം അവിടെ തന്നെ ഉണ്ടെന്നേ. ഇവിടെ അത്തരം അഭിപ്രായ പ്രകടനങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ ഒരു റിട്ടയർമെന്റ് ലൈഫിൽ ഒരാൾ വെളിപാട് പോലെ ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നതിനല്ലാതെ അല്ല, ഞാനങ്ങ് പറയട്ടെ, അത് തന്നെയാണെന്നേ. അല്ലാതെ ഇതിനകത്ത് ഫാക്ച്വലായി എന്താണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? അദ്ദേഹത്തിന് പറയണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശബരിമല ബെഞ്ചിലടക്കം പല ബെഞ്ചുകളിലും ഇന്ത്യയിലെ വിധിന്യായങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ, ഭരണഘടനാ ബെഞ്ചുകളുടെ ചരിത്രം പരിശോധിച്ചാൽ വ്യത്യസ്തമായ 5 അംഗങ്ങൾ 4 അംഗങ്ങൾ ഒരു നിലപാടെടുക്കുമ്പോഴും വ്യത്യസ്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയ വിധിന്യായങ്ങൾ ഉണ്ടായിട്ടില്ലേ? അപ്പോഴൊന്നും പറയാത്ത ഒരാൾ അത് മറ്റൊരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ഇതിന്റെ വിധിന്യായത്തെ റദ്ദ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഇന്റഗ്രിറ്റിയുടെ അഭാവമാണ്. അത് മാത്രമല്ല, ഇപ്പൊ ശങ്കുട്ടിദാസ് പറഞ്ഞത് എന്താ, അത് ചോദിച്ചത് കൊണ്ടല്ലേ എന്ന്. ചോദിക്കാൻ ഒരു ജഡ്ജിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാനത് ചെയ്ത് തെറ്റായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വിശദമാക്കാനുള്ള ബാധ്യതയുണ്ട്. എന്ത് പ്രലോഭനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് തള്ളി പറയുന്നതെന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. ബാബറി മസ്ജിദ് കേസ് പോലെ ചരിത്രം കുറിച്ചൊരു വിധിന്യായത്തിനകത്ത് ഈ പറയുന്ന ജഡ്ജി അത് തള്ളി പറയുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയാത്ത ആളൊന്നുമല്ലല്ലോ ഈ പറയുന്ന ചന്ദ്രചൂഡ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് കൃത്യമായി ഈ പറയുന്ന പ്രലോഭനങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് അനുമാനിക്കേണ്ടി വരും. അത് ഈ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്പിരിറ്റിനെതിരാണ്. നേരത്തെ അദ്ദേഹവുമായി ചേർത്ത് വയ്ക്കപ്പെട്ട ആരോപണങ്ങളുടെ കൂടി പരിസരത്തിൽ വേണം അതിനെ കാണാൻ. അദ്ദേഹം ഈ പറയുന്ന ഒരു വീട് പോലും വിട്ടു നൽകാൻ കഴിയാത്ത വിധത്തിൽ ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനത്തിനോടുള്ള ഒരു വിധേയത്വ മനസ്സിന്റെ പ്രതിഫലനമായി വേണം ഇതിനെ വായിക്കാൻ. വളരെ കൃത്യമാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായ ചർച്ചയിലേക്ക് പോകുന്നില്ല. ബാബറി മസ്ജിദ് തകർത്തത് ഒരു കുറ്റകൃത്യമാണ്, ഒരു അതിക്രമമാണ്. അത് ഇന്ത്യയുടെ ഉന്നത നീതിപീഠം അടയാളപ്പെടുത്തിയ ഒരു സംഭവമാണ്. അതിനെതിരായി പറയുക എന്ന് പറയുന്നത്, അത് എഴുതിയ ന്യായാധിപനാണെങ്കിലും ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആ വിധിന്യായത്തെക്കുറിച്ച് അന്ന് തന്നെ ഉയർന്ന കാര്യങ്ങളുണ്ട്. അത് തെളിവുകളെക്കാൾ പരിഗണിച്ചത് വിശ്വാസ്യതയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുക. തെളിവുകളുണ്ട് എന്ന് പറയാതെ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചില റെഫറൻസുകൾ പറഞ്ഞു പോവുക അല്ലാതെ ആ തെളിവുകളുടെ ആധികാരികതയെക്കുറിച്ച് കോടതി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വിധിന്യായം മുഴുവൻ വായിച്ചു നോക്കിയാൽ ഈ പറയുന്ന തെളിവുകളെ കുറിച്ച് പറഞ്ഞു പോകുന്നതല്ലാതെ ഈ തെളിവ് ആധികാരികമാണ്, അതിനാൽ അമ്പലം പൊളിച്ചാണ് പള്ളി നിർമ്മിച്ചത് എന്ന് ഒരു വാക്ക് പോലും, ഒരു വാചകം പോലും അതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ശരി, ശ്രീ ശങ്കുട്ടിദാസ്, ഈ പറഞ്ഞതുപോലെ ആ വാക്കിൽ തന്നെയാണ് ഞാനും ഉറച്ചു നിൽക്കുന്നത്. കാരണം ആ വിധിയിൽ എന്തായാലും ആ തരത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ ഈ അഭിമുഖത്തിൽ നമ്മൾ ഏറ്റവും ഒടുവിൽ വന്ന അഭിമുഖം അതാണ് നമ്മുടെ ഈ ചർച്ചയിലേക്ക് നയിച്ചത്. കാരണം അദ്ദേഹം ഈ ഗ്യാൻവാബി മസ്ജിദിന്റെ അടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അതൊന്നും അടഞ്ഞ അധ്യായമല്ല എന്ന് പറയുകയാണ്. ഈ നിമിഷം സത്യത്തിൽ ഒരു പുസ്തകം പുറത്തിറങ്ങാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ് എന്ന പുസ്തകം ഇറങ്ങാൻ ഇരിക്കുകയാണ്. ഒരു പുസ്തകം പുറത്തിറങ്ങുമ്പോൾ സാധാരണ എഴുത്തുകാരിൽ ചില ആളുകളെങ്കിലും ചെയ്യുന്നത് ഇത്തരത്തിൽ ഉള്ള ചില കഥകൾ ആ പുസ്തകവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു വിവാദം ഉണ്ടാകുന്നു. അത് വലിയ തരത്തിൽ വിറ്റഴിക്കപ്പെട്ടേക്കാം. പക്ഷേ ഇത് വലിയൊരു മുറിവുണ്ടാക്കുന്ന തരത്തിലേക്കായിപ്പോയി ആ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എന്ന് മാത്രമേ പറയാനാവൂ. നോക്കൂ, നിങ്ങളൊരു ചർച്ച നയിക്കുമ്പോൾ നിങ്ങൾ നിഷ്പക്ഷമായിട്ട് ചർച്ച നയിക്കണം. 2 പക്ഷവും പറയാൻ ആളുകളെ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ തന്നെ ഇദ്ദേഹം താങ്കൾക്ക് തന്നെയാണ് സമയം തന്നത്. നിങ്ങൾ തന്നെ അദ്ദേഹം വേറെ ചില താല്പര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമുള്ളത്? ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആ വിധിന്യായത്തിന്റെ പേജ് നമ്പർ 112 എടുത്ത് വായിച്ചു നോക്കൂ. അവിടെ കൃത്യമായിട്ട് 112ാമത്തെ പേജിൽ പാരഗ്രാഫ് നമ്പർ 2 അതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട്, എവിടെയാണോ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ക്ഷേത്രം നിന്നിരുന്നത് എക്സാക്ട്ലി അതേ സ്ഥലത്ത് തന്നെയാണ് പിന്നീട് മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ക്ഷേത്രം പൊളിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല ശ്രീ ശങ്കുട്ടിദാസ്, പൊളിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തൊരു കഷ്ടം. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ വഴികൾ മുഴുവൻ പറഞ്ഞു തരാം. 4ാം നൂറ്റാണ്ടിലുള്ള ഗുപ്ത പീരീഡിലെ പ്രവരഗുപ്തന്റെ സമയത്ത് അവിടെ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷം ഗന്ധവല ഡൈനാസ്റ്റി 12ാം നൂറ്റാണ്ടിൽ 84 തൂണുകളും 12 കോളങ്ങളുമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട്. 1574
1954 തുളസീദാസ് രാംചരിത് മാനസ് എഴുതാൻ വേണ്ടിയിട്ട് അയോധ്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വന്ന് കണ്ടിട്ടുള്ള അയോധ്യ ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട്. ഗുരുനാനക്ക് 1510 അദ്ദേഹം അതൊക്കെ മറ്റ് റെഫറൻസ് ആണ്. വിധിയിൽ ഇത് ഈ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ ഇതാ ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാമെന്നല്ല സുപ്രീം കോടതി വിധി. അദ്ദേഹത്തിന് പോലും ആ വിധി വിധിക്കുന്ന കാലത്തും ചന്ദ്രചൂഡിന് അതിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അദ്ദേഹം ആ വിധിയിൽ പോലും ഇത്തരം തെളിവുകളുണ്ട് എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കൽ സർവേയുടെ കാര്യങ്ങളൊന്നും അന്ന് വിധി പറയുന്ന സമയത്ത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിധി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇല്ലാത്ത കാര്യം അദ്ദേഹം രേഖപ്പെടുത്താത്ത കാര്യം എങ്ങനെ പറയാൻ പറ്റും? The opinion of ASI is not a mere opinion, but it is an expert opinion. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിലുള്ളതാ. ASIയുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായത്തെ കേവലമായിട്ടുള്ള ഒരു അഭിപ്രായമായി കാണാൻ കഴിയില്ല. അതൊരു വിദഗ്ധാഭിപ്രായമായി പരിഗണിക്കേണ്ടതുണ്ട്. അതായത് ചരിത്രകാരന്മാര് അവരുടെ ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകം വായിച്ച് സ്ഥലം കാണാതെ എഴുതുന്നത് പോലെയല്ല, നേരിട്ട് വന്ന് സ്ഥലം കണ്ട് പരിശോധിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തരുന്ന റിപ്പോർട്ടിനെ ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ട് പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി വിധിക്കുന്നു എന്നല്ല സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരുന്നത്. അതെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. ആ വിധി പൂർണ്ണമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നില്ല, അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ആ വരിയും സുപ്രീം കോടതി വിധിയിലുണ്ട്. പക്ഷെ അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 6 വർഷങ്ങൾക്ക് ശേഷം ആ വിധിയെ പോലും അട്ടിമറിക്കുന്ന തരത്തിൽ എഴുതിയ തരത്തിൽ അല്ലാതെ ഒരു വാക്ക് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പറയുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സമീപകാലത്തുള്ള ചില ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതുകൊണ്ടാണ് ഈ വിമർശനം ഉയരുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോകുന്ന ഒരു കാര്യം വരുന്നു, അദ്ദേഹത്തിന്റെ പുസ്തകം വരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാക്കിയതാണ് വിമർശനം ഉയരുന്നത്. മാത്രമാണ് അവിടുത്തെ വസ്തുത എന്താ വെച്ചാൽ സുപ്രീം കോടതി ഒരു ടൈറ്റിൽ ഷൂട്ടാണ് ഡിസൈഡ് ചെയ്തിരുന്നത്. ആ ഭൂമിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് മാത്രമേ സുപ്രീം കോടതി നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന്റെ കണ്ടിന്യൂസ് പൊസഷൻ ആർക്കാണ് എന്നാണ് സുപ്രീം കോടതി പരിഗണിച്ചിട്ടുള്ള വിഷയം. അവിടെ കണ്ടിന്യൂസ് പൊസഷൻ ഹിന്ദു സൈഡിനാണെന്നാണ് കണ്ടത്. അതുകൊണ്ടാണ് 2.27 ഏക്കേഴ്സ് ആയിട്ടുള്ള ഭൂമി ഹിന്ദു സൈഡിന് കൊടുത്തത്. അതിന്റെ പേരിൽ ബാക്കി ആർക്കും വിഷമം ഉണ്ടാവാണ്ടിരിക്കാനാണ് 5 ഏക്കർ ഭൂമി ഒരു കോമ്പൻസേറ്ററി ജസ്റ്റിസ് എന്നുള്ള രീതിയിൽ മുസ്ലിം സൈഡിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സമാധാനവും സൗഹൃദവും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയുള്ള ഒരു വിധിയാണ്. ഈ തരം കാര്യങ്ങളൊന്നും വിധിയിൽ എടുത്ത് പറയാതിരുന്നത് അതിന്റെ പേരിൽ ഈ കൂടുതൽ സംഘർഷങ്ങളും കാര്യങ്ങളും വേണ്ടാന്നുള്ളതുകൊണ്ടാണ് എന്ന് കരുതി ഇത് എഴുതിയിട്ടുള്ള ജഡ്ജിമാർക്കോ അവരുടെ മുന്നിൽ വന്നിട്ടുള്ള തെളിവുകൾക്കോ ആ ക്ഷേത്രം തകർക്കപ്പെട്ടതിനെ പറ്റിയിട്ട് യാതൊരു ബോധ്യമില്ലെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രം തകർത്തതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാൻ ധൈര്യമില്ലാത്ത ആളുകൾ പള്ളി തകർത്തതിനെ പറ്റി മാത്രം ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടുള്ള നിലവിളി അവസാനിപ്പിക്കാണ്ടിരിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, ശ്രീ ശകുട്ടിദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വി ആർ അനൂപിനും വളരെയധികം നന്ദി. എന്തായാലും ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ വന്ന ഒരു വിധിയായിരുന്നു അത്. രാഷ്ട്രീയ താല്പര്യം വിധികളെ സ്വാധീനിക്കുന്നുവെന്ന വിമർശനം നമുക്കിടയിൽ ഏറെ നാളായി ഉണ്ട്. അതിനെയെല്ലാം പൊതുവേദിയിൽ വിമർശിക്കുന്നയാളാണ് റിട്ടയർഡ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിന്റെ സമീപകാല നിലപാടുകൾ അതിന് വിരുദ്ധവുമാണ്. വിരമിച്ചിട്ടും സ്വന്തം വസതി ഒഴിയാതെ മാസങ്ങളോളം ഡൽഹിയിൽ കടിച്ചു തൂങ്ങി നിന്നതിന് ശേഷം സുപ്രീം കോടതി തന്നെ ഇടപെടേണ്ടി വന്നതും നമ്മൾ ഇതിനിടയിൽ കണ്ടു. ഒരു കാലത്ത് പുരോഗമന മുഖമായിരുന്ന ചന്ദ്രചൂഡ് അടുത്ത കാലത്തായി എടുക്കുന്ന ഓരോ നിലപാടും ആ പുരോഗമന മുഖം മൂടി താഴെ വീഴ്ത്തുന്നതാണ് എന്നതാണ് സത്യം. എല്ലായിടത്തും വിശ്വാസം നഷ്ടമാകുമ്പോൾ ജുഡീഷ്യറിയിലേക്ക് നോക്കുന്ന സാധാരണക്കാരന് അവിടെയും സംശയദൃഷ്ടിയോടെ നോക്കേണ്ട സാഹചര്യം നല്ല ലക്ഷണവുമല്ല. എന്തായാലും അയോധ്യ കേസിൽ സുപ്രീം കോടതി വിധിയിൽ പറയാത്ത ഒരു കാര്യം ന്യായാധിപൻ വർഷങ്ങൾക്ക് ശേഷം തിരുത്തുന്നതിന് പിന്നിൽ എന്താണ് എന്നതിന്റെ ഉത്തരം സമീപ ഭാവിയിൽ തന്നെ നമുക്ക് കാണാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.